ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139064370. വയനാട് ടൗൺഷിപ്പ് തുടരുന്നു. താൽക്കാലിക താമസം ഒരുക്കിയ ശേഷം പിന്നീടുള്ള കാര്യങ്ങൾ വിഷ്ണുവർദ്ധൻ ഒന്ന് വിലയിരുത്തി നോക്കി. മരണപ്പെട്ടവർക്കും അതേപോലെ തന്നെ പരിക്ക് ഏറ്റവർക്കും ആയിട്ടുള്ള തുക അവരുടെ ബന്ധുക്കൾക്ക് നൽകി. ആ ഒരു കാര്യവും ഗവൺമെൻറ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തേക്കുള്ളതായിട്ടുള്ള താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി എന്നുള്ളതായിട്ടുള്ള കർമ്മപരിപാടി അവസാനിച്ചു. ഇനി അധികം സമയവും ആ ടൗൺഷിപ്പിനെ കുറിച്ചാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും ജനങ്ങൾക്ക് താമസ യോഗ്യമായ ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഗവൺമെൻറ് തലത്തിലും ഉദ്യോഗ തലത്തിലും എല്ലാം നടത്തി. അവർ ഒരു വിലയിരുത്തൽ ചെയ്തപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. വൃത്തിയായി ഈ വാഗ്ദാനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വയനാട് ടൗൺഷിപ്പ് വളരെ ബുദ്ധിമുട്ടില്ലാതെ നടത്താം എന്നുള്ള ഒരു തോന്നൽ ഗവൺമെൻറ്റിന് ഉണ്ടായി. അതിലെ ആദ്യ പടി എന്നോണം അവർ ബിൽഡേഴ്സ് സംഘടനയുടെ ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ പങ്കെടുത്തതായിട്ടുള്ള ബിൽഡേഴ്സിനെ അവർ ടൗൺഷിപ്പിൻ്റെ കാര്യം ഏൽപ്പിക്കുന്നതിനായി തീരുമാനിച്ചു. ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഈ ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്ലാന് തയ്യാറാക്കിയത്. സാധാരണ ബിൽഡേഴ്സ് ആണെങ്കിൽ അതിന് അനുയോജ്യമായ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സ്ഥല ഉടമയ്ക്ക് ഒരു 2 ഫ്ലാറ്റും ബിൽഡേഴ്സിനായി 2 ഫ്ലാറ്റും, അതുകൂടാതെ സ്റ്റാർ സിംഗർ വിജയ്ക്ക് ഒരു ഫ്ലാറ്റും
കോമഡി ഷോയിൽ പങ്കെടുക്കുന്ന വിജയം നേടുന്ന വ്യക്തിക്ക് ഒരു പ്ലാറ്റും എന്നിങ്ങനെ നൽകിയ ശേഷം അവർ ധാരാളം സമ്പാദ്യം ബിൽഡേഴ്സ് ഉണ്ടാക്കുന്നു. അതിൻ്റെ അർത്ഥം വളരെ അധികം ലാഭം ലഭിക്കുന്ന ഒരു പരിപാടിയാണ് ബിൽഡേഴ്സ് നടത്തി വരുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഈ മീറ്റിങ്ങിൽ വ്യക്തമായി പറഞ്ഞു, ഇത് ജനങ്ങളുടെ പുനരധിവാസത്തിനുള്ള ഒരു സംവിധാനം ആയതിനാൽ ഒരു കച്ചവട കണ്ണുകളിലൂടെ അല്ലാതെ യഥാർത്ഥമായ ചെലവിന് ഉപരി 10% ലാഭമെടുത്ത് ഫ്ലാറ്റ് നിർമ്മിക്കണമെന്നും ഇത് ഒരു കാരുണ്യ പ്രവർത്തനമാണെന്ന് കണ്ടുകൊണ്ട് പല ത്യാഗങ്ങളും സഹിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞപ്പോൾ പല ബിൽഡേഴ്സും മുന്നിലേക്ക് വന്ന് ഞങ്ങൾ ഗവൺമെൻറ് പറയുന്ന രീതിയിൽ തന്നെ അവർ അനുവദിച്ചു തരുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതിനായി തീരുമാനിച്ചു. 5 ടൗൺഷിപ്പുകളാണ് അവർ ആദ്യമായി നിർമ്മിക്കുവാനായി തീരുമാനിച്ചത്. ഈ 5 ടൗൺഷിപ്പുകളിൽ ഓരോ ടൗൺഷിപ്പിലും ഒരു 500 വീട് വെച്ച് നടത്തുകയാണെങ്കിൽ ആ ടൗൺഷിപ്പിൽ അതുകൂടാതെ കച്ചവട സംവിധാനവും അതുപോലെ തന്നെ സ്കൂളുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് തീരുമാനിച്ചത്. അതിന് വേണ്ടതായിട്ടുള്ള സ്ഥലം അവർ ഏറ്റെടുക്കുന്നതിനായി മുന്നോട്ട് വന്നു. അങ്ങനെ വളരെ തുച്ഛമായ ലാഭത്തിൽ ഇത്തരം 5 ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതിനായി ഗവൺമെൻറ് ബിൽഡേഴ്സുമായി ചേർന്ന് ഒരു തീരുമാനത്തിൽ എത്തി. തുടരും.